ഫ്രണ്ട്സ്, ഞാൻ സോണിയ. ഞാൻ ഇന്നിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് സ്വാദിഷ്ടമായ പാലപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പിയാണ്. നമ്മളിവിടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ദോശ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള റൈസ് വേണമെങ്കിലും എടുക്കാം. ഇഡ്ഡലി റൈസോ ദോശ റൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വാളിറ്റിയുള്ള റൈസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പശയുള്ള രീതിയിലുള്ള റൈസ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമുക്ക് നല്ല അപ്പം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഗ്ലാസ് അരി നല്ലതുപോലെ കഴുകി വേണം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇടാൻ. ഇത് ഏകദേശം 4 മണിക്കൂറോളം കുതിർക്കണം. നമ്മൾ 8 മണിയോടുകൂടിയാണ് ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്ക് അരി കുതിർക്കാൻ ഇടാം. 4 മണിക്കൂറിൽ കൂടുതൽ കുതിർക്കേണ്ട ആവശ്യമില്ല. 4 മണിക്കൂർ കുതിർത്താൽ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരി അരഞ്ഞു വരാൻ. നമ്മൾ കുതിർത്ത അരി ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, കുതിർത്ത അരിയിൽ നിന്നും കുറച്ച് അരി എടുത്ത് അതിനുശേഷം അതിൽ നിന്നും ഒരു തവി മാവെടുത്ത് അതിൽ ഒരു 1 അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് കപ്പി കാച്ചുക എന്ന് പറയും. ഇത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത്. അതുകൂടാതെ ചെയ്യുമ്പം ഇത് ബോയിലാവണം. അതുകൂടാതെ ഇത് കട്ട പിടിച്ച് പോവാതെ ശ്രദ്ധിക്കണം. ഇത് ബോയിലാവാതെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ഒരിക്കലും വേകാൻ സാധ്യതയില്ല. നമ്മൾ ചുട്ടെടുക്കുമ്പം അപ്പം വെന്ത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് കുക്കാവുന്നുണ്ട് കപ്പി കാച്ചുമ്പോൾ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഇത് അത്യാവശ്യം ലൂസ് പരുവത്തിലായിരിക്കണം. ഒരിക്കലും കട്ടയായി പോകരുത്. ഒരു ദോശമാവിൻ്റെ രൂപത്തിലുള്ള ഒരു പരുവമായിരിക്കണം കപ്പി കാച്ചി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. കപ്പി കാച്ചത് നമുക്കിനി തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന റൈസ് അരയ്ക്കാം. ആ റൈസ് അരയ്ക്കുമ്പോൾ നമ്മൾ കോക്കനട്ട് വാട്ടർ, ഒരു തേങ്ങയുടെ വെള്ളം ഉപയോഗിക്കാം. അതുകൂടാതെ 1 കപ്പ് വെള്ളം, പിന്നെ 2 പിഞ്ച് ഈസ്റ്റ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ഈസ്റ്റാണ്. ഈസ്റ്റ് നമ്മൾ 1 അല്ലെങ്കിൽ 2 പിഞ്ച് ഈസ്റ്റാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് നമ്മൾ ഒരിക്കലും കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈസ്റ്റ് എങ്ങനെയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈസ്റ്റ് എത്ര യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഒരിക്കലും നമ്മൾ കൂടുതൽ ഈസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. പിന്നെ 8 മണിക്കൂർ നമ്മൾ ഇത് പുളിപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുമ്പം വളരെ കുറച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ, കൂടുതൽ സമയം പുളിപ്പിക്കുന്ന രീതിയിൽ വെക്കുമായിരിക്കും നല്ലത്. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ അളവ് വ്യത്യാസപ്പെടും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഉപയോഗിക്കണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് 3 സ്പൂണോ 4 സ്പൂണോ എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ നമ്മളിപ്പം ഇതിന് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, പിന്നീട് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് വെള്ളം കൂടാതെ ഇത് അരച്ചെടുക്കണം. ഇത് അരയാനുള്ള മാത്രം വെള്ളം നമ്മൾ ഇതിൽ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാൻ മിക്സിയിൽ അരച്ച അരിയാണ്. ഇനി അടുത്ത സെക്കൻഡ് ട്രിപ്പ് നമ്മളിടുമ്പം ഈ കപ്പ് കാച്ചിത് ഏകദേശം തണുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള റൈസും കൂടി കൂട്ടി നമ്മൾ അരച്ചെടുക്കണം. ഈ കപ്പ് കാച്ചുന്നത് നമ്മൾ മിക്സിയിൽ അരച്ചില്ലെങ്കിൽ അപ്പം ചുടുമ്പം ഇതിലെന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഈ കപ്പ് കാച്ചതും കൂടി അരിയുടെ കൂടെ അരച്ചെടുക്കുന്നു. 2 പ്രാവശ്യം അരയ്ക്കുമ്പോഴേക്കും 3 ഗ്ലാസ് അരി 2 പ്രാവശ്യം അരയ്ക്കുമ്പം നമുക്ക് അരച്ച് തീർക്കാൻ പറ്റും. ഇനി നമ്മൾ നന്നായിട്ട് ഒരു തവി കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇത് 8 മണിക്കൂർ നമ്മൾ പുളിക്കാൻ വെക്കുക. മാവ് പുളിച്ചതിന് ശേഷം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പാലപ്പം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഈ 8 മണിക്കൂർ പുളിപ്പിച്ച മാവാണിത്. അത് ഞാനിപ്പം തുറന്ന് നോക്കിയപ്പോൾ നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്, നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് ഒരു ഫുൾ തേങ്ങാപ്പാലാണ്. അത് നമ്മൾ അരയ്ക്കുമ്പം ഒരു
തേങ്ങാ വെള്ളം അതിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുകൂടാതെ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. നമ്മൾ ഈ മാവ് ഓൾറെഡി കുറച്ച് തിക്കായിരിക്കാം എങ്കിൽ പോലും തേങ്ങാപ്പാൽ ലൂസായാൽ അതിൽ വെള്ളം കൂടി പോയാൽ നമുക്കൊരിക്കലും അപ്പം ചുടുമ്പം നന്നായിട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഒരു തേങ്ങയിൽ നിന്നും എടുക്കേണ്ടത്. ഇത് ഞാൻ തേങ്ങ ചിരണ്ടിക്ക് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാ വെള്ളവും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഈ തേങ്ങാപ്പാൽ നമുക്ക് ഈ പുളിച്ച മാവിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ ആദ്യം മുഴുവൻ ഒഴിക്കരുത്. ഏകദേശം പകുതി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിൻ്റെ തിക്നെസ് എങ്ങനെയുണ്ട്, അത് ലൂസാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് അപ്പം ചുടാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ പരുവം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ചുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം ഒഴിച്ചിട്ട് എനിക്കിത് കറക്റ്റായിട്ട് തോന്നിയില്ല, കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിക്കാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഫുൾ കപ്പ് തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏകദേശം പരുവത്തിലായിട്ടുണ്ട്. ഏകദേശം ഇത് ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് അപ്പം എങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് ഏകദേശം 8 മണിക്കൂർ പുളിച്ച മാവിലേക്കാണ് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചത്. എങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു ½ ആൻ അവർ വെക്കുകയാണെങ്കിൽ, ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും കുറച്ചുകൂടെ നല്ലതുമായ ഒരപ്പം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിതിവിടെ ½ ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇത് ഏകദേശം ½ ആൻ അവർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അത് കുഴിവുള്ള അപ്പച്ചട്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഓണാക്കി വെച്ച് സ്റ്റൗ ഓണാക്കി പാൻ ചൂടായെന്ന് എൻഷുർ ചെയ്യുക. പാൻ ചൂടായോന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1 ഡ്രോപ്പ് വെള്ളം നളിച്ച് നോക്കുമ്പോൾ അത് ബോയിൽ ആവുന്നുണ്ടെങ്കിൽ പാൻ ചൂടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത മാവ് ഒരു തവി എടുത്ത് പാനിലേക്ക് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. അന്നേരം അത് നന്നായിട്ട് ആയി എന്ന് എൻഷുർ ചെയ്തിട്ട് ഇതിൻ്റെ അടപ്പ് അടച്ചു വെക്കുക. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നത് കുറച്ചുകൂടി താത്ത് ലോയ്ക്കും മീഡിയമിനും ഇടയിലായിട്ട് വെച്ചാൽ നമുക്ക് നല്ല അത്യാവശ്യം സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. ഏകദേശം ഒരു ½ മിനിറ്റ് കഴിയുമ്പം നമ്മളിത് തുറന്ന് നോക്കുക. അപ്പം അത് വെന്തിട്ടുണ്ട്, കുക്ക്ഡായോന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് അത് കുക്കായതിന് ശേഷം നമുക്ക് ഈ അപ്പം എടുക്കാം. ഇനി നിങ്ങൾക്ക് സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് വേണ്ടതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ പാൻ ഹീറ്റ് ചെയ്ത് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് അത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് സോഫ്റ്റ് അപ്പം കിട്ടും. അതേസമയം നിങ്ങൾക്ക് ക്രിസ്പി അപ്പമാണ് വേണ്ടതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ച് ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടും. ഏകദേശം 1/2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കവർ അടപ്പ് തുറന്ന് 2-3 നോക്കി നിന്ന് കുക്ക് ചെയ്താൽ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ക്രിസ്പി ആയിട്ട് വരുന്നത് കാണാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സോഫ്റ്റ് ആയിട്ടോ ക്രിസ്പി ആയിട്ടോ ഉള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഏകദേശം മീഡിയം രീതിയിൽ ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇപ്പം സ്വാദിഷ്ടമായ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ, പനീർ കറി എന്നിങ്ങനെ ഏത് കറിയുടെ കൂടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു അടിപൊളി ക്രിസ്മസ് റെസിപ്പി കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക.